इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना। इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना। हम चले नेक रास्ते पे, हमसे भूल कर भी कोई भूल होना। इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना। हम चले नेक रास्ते पे, हमसे भूल कर भी कोई भूल होना। इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना। नमस्ते, मैं श्रीष्मा हूँ। मैं 10वीं कक्षा में पढ़ती हूँ। आज हमारा हिंदी मंच उद्घाटन होने वाले हैं। इसके लिए मेरे दायित्व सबको स्वागत करना है। इसके पहले हिंदी भाषा के बारे में कुछ बोलना चाहती हूँ। महात्मा गांधी जी का एक महत्व वचन है, राष्ट्रभाषा के बिना राष्ट्र गूंगा है। हिंदी भाषा का लगभग 1000 वर्ष पुराना माना गया है। संस्कृत भारत की सबसे प्राचीन भाषा है, जिसे आर्य भाषा या देव भाषा भी कहा जाता है। हिंदी के जन्म संस्कृति की ही कोख से हुआ है। हिंदी विश्व की लगभग 3000 भाषाओं में से एक है। इतना ही नहीं, हिंदी आज दुनिया की तीसरी बोली और समझी जाने वाली भाषा है। इसलिए आज से हम हमारा राष्ट्रभाषा को बढ़ाने के लिए अपने मंच के जरिए होने वाले सब कार्यक्रमों में भाग करने की कोशिश करेंगे। आज मैं पहले यहाँ हमारे मंच उद्घाटन करने वाले विशिष्ट अतिथि श्रीमती जयश्री मैडम को स्वागत करती है। फिर अध्यक्षीय पद अलंकृत करने वाले हमारे स्कूल के प्रधानाध्यापक श्री शुक्र सर को स्वागत करती हूँ। बधाइयाँ देने वाले विशिष्ट अतिथि सुजीत सर, उप प्रधानाध्यापक श्री मुजीब सर, हिंदी मंच संयोजक श्री अंसर सर, SRG संयोजक श्री शकील सर, विजय बेरी समन्वयक श्रीमती देवी मैम, सबको मैं स्वागत करती हूँ। हमारे शिक्षक, मंच के सदस्यों और मेरे प्यारे साथियों, सबको मैं इस कार्यक्रम में मेरी और इसके और स्वागत करती हूँ। धन्यवाद। പ്രിയമുള്ള വിശിഷ്ടാതിഥികളെ, നമ്മുടെ ഹിന്ദി ക്ലബിൻ്റെ ഇന്നത്തെ പ്രവർത്തനോദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഹിന്ദി ഭാഷയുടെ പ്രവർത്തനങ്ങൾ, അതിലെ ആശയവിനിമയ ഉപാധി എന്നുള്ള നിലക്ക് ആ ഭാഷയുടെ വിവിധ പ്രാധാന്യങ്ങളും അതിൻ്റേതായ പ്രത്യേകതകളും കൂടുതൽ നിങ്ങൾ സ്വാംശീകരിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഹിന്ദി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹിന്ദി ക്ലബ്ബ് വളരെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ പാഠഭാഗത്തിന് പുറമേയുള്ള പല കാര്യങ്ങളും, പൊതു പ്രശ്നങ്ങളുമൊക്കെ വിവിധ മാധ്യമങ്ങളിലൂടെ, അത് വിവിധ എഴുത്തുകളിലൂടെ, പോസ്റ്ററുകളിലൂടെ, പരിപാടികളിലൂടെയൊക്കെ തന്നെ ജനങ്ങളിൽ എങ്ങനെ എത്തിക്കാമെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സഹായങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറേ സംസാരിക്കുന്നത് ഒരു പക്ഷേ കൂട്ടുകാർക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. കാരണം ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണ്. 100 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഭാഷയാണ്. അത്രയും വലിയൊരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യമാണ് ഹിന്ദുസ്ഥാൻ, ഹിന്ദ് എന്നൊക്കെ പറയുന്ന ഭാഷ, അല്ലെങ്കിൽ ആ പദപ്രയോഗങ്ങൾ
ഇന്ത്യയുമായി, ഇന്ത്യയുടെ അടിസ്ഥാന പാരമ്പര്യവുമായി, സാംസ്കാരിക പാരമ്പര്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പല ഭാഷകളുടെയും സംഭാവനകൾ ഹിന്ദിയിൽ നമുക്ക് കാണാം. പുരാതന ഭാഷകളുടെ സംഭാവനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ദേശീയ ഭാഷാ പദവി 1949 സെപ്റ്റംബർ 14 അംഗീകരിച്ചു കൊടുക്കുന്നതാണ്. ആ ദിവസങ്ങളിൽ ഹിന്ദി ഭാഷാ ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹിന്ദി ഭാഷയ്ക്കുള്ള പ്രാധാന്യമാണ്. ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ഈ കേരളത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല. ഒരുപാട് കേരളത്തിൽ ജീവിക്കുകയാണെങ്കിൽ പോലും വിവിധ ഭാഷകളുമായി സംസാരിക്കുന്ന ആളുകളുമായി, വിവിധ സംസ്ഥാനക്കാരുമായി ബന്ധപ്പെടുകയും വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴൊക്കെ ഹിന്ദി അതിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു സംസാര ഭാഷ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷൊന്നും അറിയാത്ത ഒരുപാട് ഗ്രാമീണരും ഒരുപാട് പ്രധാനികളും ഒരുപാട് കമ്പനികളൊക്കെ ഉള്ള നമ്മുടെ രാജ്യത്ത് ഹിന്ദി ഭാഷ കൂടാതെ അത് സംസാര ഭാഷ എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കാതിരിക്കുന്നത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും. നമ്മുടെ ജോലിയെ ബാധിക്കും, നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. എനിക്കും അത്തരം അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തു പോയ ചില സന്ദർഭങ്ങളിലും ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയ ചില സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമം ഞാൻ അനുഭവിച്ച ആളാണ്. ഒരു പക്ഷേ ആ ഹിന്ദി നന്നായി സംസാരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് വളരെ ഉയരത്തിലും നല്ല മെച്ചപ്പെട്ട രീതിയിലും എനിക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം നമുക്കില്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ 10ാം ക്ലാസ്സുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഇനി +2 ഡിഗ്രി ലെവലിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഹിന്ദി പഠിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ ബേസിക് ആയിട്ടുള്ള ഹിന്ദി പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഭാവിയിലെ മുഴുവൻ കാലത്ത് ഉപയോഗിക്കാനുള്ള അവസ്ഥ ഇവിടെ 10ാം ക്ലാസ്സിലെ ബേസിക് ഹിന്ദി പഠിക്കുന്നതിലൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പാഠഭാഗത്തിന് പുറമെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ മറ്റു പല ആളുകളുമായി ആശയവിനിമയം നടത്തുകയും ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അപ്പോൾ അന്ന് നമ്മൾ ഖേദിക്കാതിരിക്കാൻ ഹിന്ദി ഭാഷ നമ്മൾ സ്വായത്തമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. അതിന് ഈ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെ ഈ സദസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവർ നിങ്ങളോട് സംസാരിക്കും. ആ സംസാരം അതൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. नमस्ते। आदरणीय प्रधान अध्यापक शुकूर जी व प्रधान अध्यापक मुजीब जी, मुख्य अतिथि सुजीर जी, हिंदी मंच के कन्वीनर अंसार जी, SRG कन्वीनर शकील जी, विजयवेरी कोऑर्डिनेटर देवी जी, हिंदी मंच के सदस्यों और अन्य बच्चों, नमस्कार। आज हमारे स्कूल के हिंदी मंच का उद्घाटन कार्यक्रम है। मैं इस शुभ अवसर पर उपस्थित सभी व्यक्तियों व यहाँ के सभी छात्र छात्राओं व अध्यापकों को आशीर्वाद देती हूँ। भारत की सबसे प्रमुख भाषा हिंदी की विजय हो। हिंदी बहुत सरल भाषा है। हिंदी सीखने से कई लाभ है। केरल के विविध स्कूलों व कॉलेजों में अध्यापकों की नौकरी, केंद्र सरकार के विविध कार्यालयों में हिंदी ऑफिसर, हिंदी अनुवादक अर्थात हिंदी ट्रांसलेटर, समाचार पत्र, दूरदर्शन व आकाशवाणी में हिंदी प्रचार की नौकरियां मिलने की संभावना है। इसलिए सभी बच्चे हिंदी का प्यार करें, रुचि से हिंदी पढ़े और समझे, यही मेरी इच्छा है। मैं सबकी अनुमति से व बहुत ही खुशी से इस स्कूल के हिंदी मंच का उद्घाटन करती हूँ। तुम लोग हिंदी के उपजे बनाओ, उनका प्रदर्शन करो, अभिभावकों को देखने का अवसर दो और हिंदी स्तर बढ़ाओ। हिंदी मंच के सिलसिले में कई आकर्षक कार्यक्रम बनाओ। धन्यवाद। आदरणीय जशी मैडम, स्कूल के प्रधान अध्यापक अब्दुल शकूर सर, हिंदी मंच संयोजक, अन्य अध्यापक अध्यापिकाओं, अभिभावकों, मेरे प्यारे बच्चे, नमस्ते। जैसे आप सब जानते हैं कि आज हमारे स्कूल की हिंदी मंच का उद्घाटन हो रहा है। इस अवसर पर सारे बच्चे स्कूल में आना और अपने मित्रों से मिलना चाहते हैं, लेकिन हम क्या कर सकते हैं बच्चे।
कोविड महामारी के नाते 1 साल से होकर घर पर बैठ रहा है। सब ठीक हो जाएगा और सरकार के नियंत्रण के कारण हम घर से बाहर भी न जा सके, लेकिन सब ठीक हो जाएगा। इस अवसर पर तितली जैसे बच्चे, तितली जैसे विद्यालय रूप उद्यान में हमें इधर उधर घूम कर सकते हैं। इसलिए समाज में जो नियंत्रण हो रहा है वो ठीक ढंग से पालन कीजिए। बच्चों, हर साल हिंदी मंच के तत्वावधान में हमारे स्कूल में विभिन्न प्रकार के कार्यक्रम हो रहा है। इस साल भी हमें जितना हो सके उतना ही करना चाहिए। इसी अर्थ में इस दिन या आज हमारे स्कूल में हिंदी मंच का उद्घाटन हो रहा है। सारे बच्चे सक्रिय रूप से भागीदारी में उम्मीद करता हूँ। इस अवसर पर मैं ज़्यादा बताना नहीं चाहता हूँ। मेरी ओर से इस मंच की ओर हार्दिक बधाइयाँ देते मैं खत्म करता हूँ। सबको धन्यवाद। ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ഷുക്കൂർ സർ, മുഖ്യാതിഥി ജഷി മാഡം, ആശംസാ പ്രസംഗം നടത്തുന്ന സജീർ സർ, എൻ്റെ സഹപ്രവർത്തകരായ ഷക്കീൽ സർ, അൻസാർ സർ, ദേവി ടീച്ചർ, ജാസിന ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ എനിക്ക് അവസരം തന്നതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. ഭാരതത്തിലെ ഏറ്റവും പ്രമുഖമായ ഭാഷകളിലൊന്നാണ് ഹിന്ദി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോടാനകോടി ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഭാഷ കൂടിയാണ് ഹിന്ദി എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേവനാഗരി ലിപിയിൽ എഴുതപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഹിന്ദി. ഹിന്ദി ഭാഷയെ അവഗണിച്ചുകൊണ്ടുള്ള ഭാരതത്തിൻ്റെ സാഹിത്യ ചരിത്രവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി. ഇന്ത്യയിൽ മാത്രമല്ല, ഭാരതത്തിന് വെളിയിലും ഹിന്ദി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഭാഷയും ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. കഴിയാവുന്നത്ര ഭാഷകളെ സ്വായത്തമാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭാഷയിലെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വർഗീയമായോ വംശീയമായോ ജാതീയമായോ ഭാഷയെ വേർതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഓരോ വ്യക്തിക്കും എത്രമാത്രം ഭാഷകൾ പഠിക്കാൻ കഴിയുമോ അത്രയും ഭാഷ പഠിക്കേണ്ടതുണ്ട്. ഹിന്ദി ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യരംഗത്തൊക്കെ ഹിന്ദി ഭാഷ ശക്തമായ വേരോട്ടം നടത്തിയിട്ടുണ്ട്. അക്കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, തുളസീദാസ്, കബീർ ഇവരെ പോലുള്ള എഴുത്തുകാർ തങ്ങളുടെ സാഹിത്യകൃതികളുമായി ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് ഭാഷ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിലാണ് ജയശങ്കർ പ്രസാദ്, മൈഥിലി ശരൺ ഗുപ്തയെ പോലുള്ള എഴുത്തുകാർ സാഹിത്യത്തെ സമ്പന്നമാക്കിയത്. അപ്പം ഇത്തരം സാഹിത്യങ്ങളെ കൂടി, അവരുടെ സാഹിത്യ മികവുകളെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഹിന്ദി ഭാഷ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വൈകാരികമായ പ്രശ്നങ്ങൾ ഭാഷയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ ക്ലബ്ബ് അതിലെ അംഗങ്ങൾക്ക് വേണ്ടി ഈ വർഷം അവരുടെ ഭാഷാ നൈപുണ്യം, ഹിന്ദിയിലുള്ള ഭാഷാ നൈപുണ്യം വികസിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഓൺലൈൻ കാലത്തു നമുക്ക് ഭാഷാ മികവ് മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഹിന്ദിയിലൂടെ നമുക്ക് ഓൺലൈൻ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കാം.
ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകളുമായിട്ടുള്ള അഭിമുഖങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം. ഹിന്ദിയിൽ ഡിജിറ്റൽ പത്രനിർമ്മാണം നടത്താം. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഹിന്ദി ഭാഷയുടെ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിൽ നമുക്കുള്ള പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്തരം പ്രവർത്തനങ്ങൾ ഹിന്ദി ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. माननीय अतिथि महोदय श्रीमती जसी जी, आदरणीय प्रधानाध्यापक शुक्र जी, उप प्रधानाध्यापक मुजीब जी, सुजीर जी और सभी दोस्तों, मंच के प्यारे छात्रों, सबको मेरा नमस्कार। आज जुलाई 2 है। इस दिन हमें बहुत अनमोल दिन है और हमेशा याद में रहने वाला दिन भी होना है। हमारे स्कूल में सिर्फ हिंदी के नहीं, अंग्रेज़ी, गणित और सभी को मंच है। उसी प्रकार आज हिंदी के लिए भी मंच शुरू हो गया है। इस मंच द्वारा हमें कई कार्यक्रम और प्रतियोगिताएं चलाना है। इसके लिए हमें एक साथ सबका दायित्व निभाना है। मैं यह मंच के साथ हमेशा रहूँगा, यह मेरा वादा है। इस मंच को मेरे ओर से हार्दिक शुभकामनाएं देता हूँ, बधाइयाँ देता हूँ। सबको मेरा धन्यवाद. ബഹുമാനപ്പെട്ട എച്ച്.എം, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ജഷി മാഡം, സുജീർ ബാബു സാർ, ഡെപ്യൂട്ടി എച്ച്.എം, ഹിന്ദി ക്ലബ് കൺവീനർ, വിജയബേരി കൺവീനർ, ഏറ്റവും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് നിങ്ങളുടെ ക്ലബ്ബ് ഉദ്ഘാടന ചടങ്ങിലാണല്ലോ. നമ്മുടെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ആക്ടിവിറ്റികളിലൊന്നാണ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ചും നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ നിങ്ങളുടെ അഭിരുചിയും കഴിവും പ്രകടമാക്കാൻ പറ്റുന്ന ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അതിന് ആവശ്യമായ സഹായങ്ങൾ നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദരണീയനായ എച്ച്.എം, മുഖ്യാതിഥി ജഷി മാഡം, സജീവ് സർ, ഡെപ്യൂട്ടി എച്ച്.എം, ക്ലബ് കൺവീനർ, SRG കൺവീനർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, മറ്റു ഭാഷകളെപ്പോലെ ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സ്കൂളിൽ നടന്നിരിക്കുകയാണ്. മറ്റു ഭാഷകളെക്കാൾ ഒരു പ്രത്യേകത കൂടെ ഹിന്ദി ഭാഷയ്ക്കുണ്ട്. നമ്മുടെ രാഷ്ട്രഭാഷയാണല്ലോ ഹിന്ദി. അനുദിനം പ്രചാരം വർദ്ധിക്കുന്ന ഈ ഭാഷയുടെ വളർച്ചയ്ക്കു വേണ്ടിയും അതോടൊപ്പം കുട്ടികളുടെ ഭാവിയിലും നിർണായകമായ സംഭാവനകൾ നൽകാൻ ഈ ക്ലബ്ബ് മുഖേന എല്ലാവർക്കും കഴിയുന്നതാണ്. ഇത്തരത്തിൽ ക്ലബ്ബ് രൂപീകരണത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അക്ഷീണം പരിശ്രമിക്കുന്ന കൺവീനറും ഒപ്പം നിൽക്കുന്ന മറ്റ് അധ്യാപകരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഹിന്ദി ഭാഷാ പരിജ്ഞാനത്തിന് കുട്ടികളുടെ നിസ്സീമമായ സഹകരണം ഉറപ്പുവരുത്തണം. ഹിന്ദി ക്ലബിൻ്റെ വ്യത്യസ്തവും പ്രയോജനകരവുമായ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. നന്ദി. नमस्ते, मैं इमरिया अश्मी 10वीं कक्षा में पढ़ती हूँ। आज हमारा हिंदी मंच की उद्घाटन हुआ गया है।
पहले हमारे हिंदी मंच के उद्घाटन किए गए हमारी विशिष्ट अतिथि श्रीमती जशी मैडम को मेरे और हमारे हिंदी मंच की तरफ से धन्यवाद देती हूँ। फिर अध्यक्ष पद अलंकृत किए हमारे स्कूल की प्रधानाध्यापक श्री शुक्र सर को मेरे और इस मंच की तरफ से धन्यवाद देती हूँ। बधाई दिए गए हमारी विशिष्ट अतिथि श्री सुजीर बाबू सर, उप प्रधानाध्यापक मुजीब सर, श्री अंसार सर, श्री शकील सर, श्रीमती देवी मैम, इन सबको मेरी तरफ से और हिंदी मंच की तरफ से धन्यवाद देती हूँ। इस कार्यक्रम में भाग लिए गए सभी को मेरी तरफ से और इस मंच की तरफ से धन्यवाद देती हूँ। हृदय को कोई भाषा नहीं है, हृदय हृदय से बातचीत करता है और हिंदी हृदय की भाषा है। जय हिंद।